പത്മശ്രീ നാരായണ പെരുവണ്ണാനുമായിട്ടുള്ള അഭിമുഖം തുടരുന്നു. പെരുണ്ണാനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുള്ള ഒരു കാര്യം, തെയ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും പെരുണ്ണാൻ്റെ ഒരു കൈവഴക്കമുണ്ട്. ഇപ്പോൾ മുഖത്തെഴുത്ത്, ഇപ്പോൾ കോലക്കാരൻ എന്നുള്ളതിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. മുഖത്തെഴുത്ത്, വാദ്യം, തോറ്റം, അണിയല നിർമ്മാണം, ഇങ്ങനെ എല്ലാ മേഖലകളിലുള്ള ഒരു പ്രാവീണ്യം അല്ലേ. ഈ തോറ്റത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. കാരണം തോറ്റം എന്നുള്ളത് തെയ്യത്തിൻ്റെ തോറ്റം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിലെ ഭാഷ, അതിൻ്റെ ചൊല്ലുന്ന രീതി, അതാത് സമയത്ത് ഓരോ കാവിലും അതിൻ്റേതായ പ്രത്യേകതകൾ കാണുന്നവർ വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭം അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിനുള്ള ചെറിയൊരു വ്യതിയാനം അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് തോറ്റം പഠിച്ചതും തോറ്റം കുറേ ഭാഗം നമ്മൾ എഴുതി പഠിക്കുന്നതാണ്, കുറച്ച് കേട്ട് പഠിക്കുന്നത്. ചെറുപ്പത്തിലെല്ലാം കേട്ട് പഠിക്കല. അതായത് നമ്മളെ ഈ തെയ്യത്തിൻ്റെ ഒരു പ്രധാന ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ 1000 അണിയറ തുക്കിയാലേ അര വണ്ണാനാവില്ലെന്ന് പറയും. ഒരു പ്രമാണം. 1000 അണിയറ തുക്കിയാലേ ഒരു അര വണ്ണാനാവില്ല പ്രമാണം. അപ്പോൾ നമ്മൾ കുറേ ഭാഗം നമ്മളിപ്പോൾ ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യസമേതയ സൽബ്രഹ്മചാരിപ്പം പാദം കാലക്രമേണ താഞ്ചു, അങ്ങനെ ഗുരുനാഥൻ്റെ അടുത്ത് കാൽഭാഗം, അങ്ങനെ സ്വമേതയ കാൽഭാഗം, അങ്ങനെയാണെന്നുള്ള ഇത് നമ്മൾ പൂർണ്ണമായിട്ട് വരുന്നത്. അപ്പോൾ ഗുരുനാഥൻ്റെ അടുത്ത് നമ്മൾ എഴുതി പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കെല്ലാം ഗ്രന്ഥങ്ങളാണ്. ഓരോ തെയ്യത്തിനും ഓരോ ഗ്രന്ഥങ്ങളുണ്ട്. ഓരോ തെയ്യത്തിനും അതിൻ്റെ അയക്കുന്ന മൂലമന്ത്രങ്ങളുണ്ട്. അതിൻ്റെ ഓരോ തോറ്റം പാട്ടിനും ശാസ്ത്രീയമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അഞ്ചടി, പൊലിച്ചുപാടൽ, നീട്ടുകവി, താളവൃത്തം, വരവിളി, ഇങ്ങനെ 5 തരത്തിലാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകിച്ച് ഇപ്പം പുതിയ ഒതിക്കാണെങ്കിൽ പുതിയ ഒതിൻ്റെ തോറ്റം മാറ്റാണ്, മുച്ചിലോട്ട് ഒതിക്കാണെങ്കിൽ മുച്ചിലോട്ട് ഒതിൻ്റെ തോറ്റം മാറ്റാണ്, കതിവണ്ണൂർ വീരനാണെങ്കിൽ അതിൻ്റെ തോറ്റം മാറ്റാണ്. അപ്പോൾ ഓരോ തരത്തിലുള്ള താളവൃത്തങ്ങൾ അതിന് മാറ്റി ചെല്ലണം. ഇപ്പം മുച്ചിലോട്ടാവിൽ ഇപ്പം നമ്മൾ പുതിയോതിൻ്റെ കാര്യം പറയാം. വീരൻ, വീരാളി, പുതിയോതി, ഭദ്രകാളി, 4 തെയ്യാണ്. 4 തെയ്യത്തിന് 4 തരത്തിലാണ് അതിൻ്റെ തോറ്റം പാട്ടുകളും അതിൻ്റെ വാചാലുകളും അതിൻ്റെ സംഭാഷണങ്ങളും ആ സ്വഭാവങ്ങളും അങ്ങനെയാണ്. ഇപ്പം വീരൻ്റെതായിരിക്കുന്ന എപ്പോൾ ഒരു നൃത്തം കിട്ടൂല. വീരൻ വെച്ചാൽ അതായത് ഒരു അർത്ഥിട്ട കോഴീൻ്റെ മാതിരിയാണ് വീരന. അപ്പോൾ വീരന അങ്ങനെ അർത്ഥിട്ട തന്നെയാണല്ലോ, അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും വീരൻ. ഇപ്പോൾ വീരാളി കുറച്ച് സൗമ്യമാണ്. വീരാളി വെച്ചാൽ കുറച്ച് സൗമ്യ സ്വരൂപിണിയാണ്. അപ്പോൾ അതുപോലെയല്ല പുതിയവതി കഴിഞ്ഞാൽ പുതിയവതി 2ലും പെടുന്നതാണ്. പിന്നെ ഭദ്രകാളി ആയാലും ഇതെല്ലാം മാറി. ഇപ്പോൾ 4 തരത്തിൽ ഒരേ ഇതിൽ തന്നെ 4 തരത്തിലാണ് വരുന്നത്. വീരൻ, വീരാളി, പുതിയവതി, ഭദ്രകാളി. അപ്പോൾ അതുപോലെ മുച്ചിലോട്ട് കാവിലെത്തിയാൽ കണ്ണങ്ങാട്ട് ഓതിനെ കണ്ടാലും മുച്ചിലോട്ട് ഓതി തന്നെയാണ്. പൊയ്ക്കണ്ണയച്ച് പന്തം കൊടുത്തു കഴിഞ്ഞാൽ കണ്ണങ്ങാട്ട് ഓതിയായി. അപ്പോൾ 2ഉം ഒരേ രൂപമാണ്. പക്ഷേ 2നും വ്യത്യസ്തമായിരിക്കുന്ന തോറ്റംപാട്ടുകളും അതിൻ്റെ ചടങ്ങുകളും എല്ലാം മാറ്റാം. അപ്പോൾ അതാണ് ഓരോ തെയ്യത്തിന് അതിൻ്റെതായിരിക്കുന്ന പ്രത്യേക ചടങ്ങുകളും തോറ്റംപാട്ടുകളും അതിൻ്റെ മുൻപസ്ഥാനങ്ങളും അതിൻ്റെ വഴിതട പറയുന്നതും അതെല്ലാം പ്രത്യേകിച്ചിട്ടുണ്ട്. വാചാലുകളും എല്ലാം വ്യത്യാസമുണ്ട്, ശൈലിയെല്ലാം മാറ്റം തന്നെയാണ്. ഇപ്പോൾ പെരുണ്ണാൻ ഏതാണ്ട് ഒരു 6 പതിറ്റാണ്ട് കാലം ഈ തോറ്റംപാട്ടുമായിട്ട് ഇടപഴകുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു 50 കൊല്ലം മുൻപുള്ള ഒരു ഭാഷ, അതിലൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് താങ്കളുടെ അനുഭവം? മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് സംഗീതമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് മാറിയിട്ടുണ്ടാവും. സ്വരങ്ങളിപ്പോൾ ചെല്ലുന്ന ആൾക്കാരുടെ ഇതുപോലെയാണ് അതിൻ്റെ തോറ്റം. പക്ഷെ നമ്മൾ ചെല്ലുന്ന അന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതേ വഴിക്ക് നമ്മൾ ഇന്നും വന്നിട്ടില്ല. നമ്മളതിലൊരു മാറ്റമൊന്നും വരുത്തിയിട്ടുമില്ല, വരുത്താനും പറ്റില്ല. അല്ല, ഇതിൽ വരുന്ന പുതിയ തലമുറ അവർ സ്വാഭാവികമായിട്ടും പുതിയ ഭാഷ, പുതിയ ജീവിത പരിസരത്ത് നിന്നൊക്കെ വരുന്നവരാണല്ലോ. അപ്പോൾ പെരുണ്ണാൻ്റെ അതേ രീതിയിലായിരിക്കില്ല അവർ ഭാഷ കൈകാര്യം ചെയ്യുന്നത്. അതൊരു സങ്കീർണതയാണ്. അപ്പോൾ ഭാഷയിൽ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് അങ്ങനെ? സ്വാഭാവികമായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സംഭാഷണത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അവർ പറയുന്ന ഭാഷകൾക്ക് ഇപ്പം ഇന്നത്തെ പരിഷ്കൃത ലോകത്തിൽ സംസാരമായിരിക്കുമല്ലോ. മലയാളം ഇതിൻ്റെ അക്ഷരങ്ങൾ തന്നെ മാറിയില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ആ പഴയ ഭാഷയിലായിരിക്കില്ല, ചിലപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അധികം മാറ്റരുതെന്നുള്ള ഒരു മാറ്റം നമുക്ക് അന്ന് ചെയ്തത് എന്താണോ അതേപോലെ ചെയ്യാനാണ് നമ്മളെല്ലാം താല്പര്യം. അങ്ങനെയാണ് ഈ പെരുണ്ണാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഇങ്ങനെ ഒരു ഞാനത് കൃത്യമായി പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ശിക്ഷണത്തിൽ വരുന്ന കുട്ടികൾ കൃത്യമായി ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടെന്ന് തന്നെ പറയും. ഇപ്പോൾ നമ്മൾ കുട്ടികളെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ ആചാരങ്ങൾ എങ്ങനെയാണോ ആ രൂപത്തിൽ, പിന്നെ ഇപ്പോൾ ഒരു തെയ്യം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ തെയ്യം കഴിയുന്നത് വരെ വേറൊരു തെയ്യം കെട്ടാൻ പാടില്ല. എന്താ പറഞ്ഞാൽ ഇവൻ്റെ ആ ഒരു മാനസികാവസ്ഥ മാറും, ഏകാഗ്രത. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാനം, ഇപ്പം മുച്ചിലോട്ട് ഓതി നീ പഠിപ്പിച്ചു തരണമെങ്കിൽ ഞാൻ എൻ്റെ ശിക്ഷണത്തിൽ എൻ്റെ രീതിയിൽ തന്നെ നിൽക്കണം. അതുവരെ ഈ ഭഗവതി കഴിയുന്നത് വരെ നീ വേറൊരു തെയ്യം കെട്ടാനും പാടില്ല, വേറെ ഇതൊക്കെ പോകും. ചില ഇവൻ്റെ ആ മൈൻഡ് അങ്ങ് മാറും. ഇപ്പം നാളെ മുച്ചിലോട്ട് ഓതി കെട്ടണം, ഇന്ന് പോയിട്ട് കുടിവീരം കെട്ടിയിട്ട് വന്നാൽ
ഇവൻ്റെ ഇന്നത്തെ നാളത്തേത് അങ്ങ് മാറി സ്വഭാവം അങ്ങ് മാറാൻ സാധ്യതയുണ്ട്. അതെ. ഇപ്പം വേണ്ട, ഇപ്പം നമ്മളിപ്പം ഇന്ന് മുത്തപ്പൻ വെള്ളാട്ടം കഴിഞ്ഞു, നാളെ എനിക്ക് വേറൊരു തെയ്യായിരിക്കും. ഇപ്പോൾ രണ്ടിനും രണ്ട് സംഭാഷണങ്ങളാണ്. ഇപ്പോൾ മുച്ചിലോട്ട് പൊതിക്ക് പറയുന്നത് എൻ്റെ നായനായ ധൈരമംഗലത്തെ ഭഗവതിയുടെ ആത്മമുണ്ടായിട്ടെന്ന് പറയും. മുത്തപ്പൻ കഴിഞ്ഞാൽ പറയും എൻ്റെ നായനായ കുറുപ്പുണ്ടായിട്ടെന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോയെങ്കിൽ മാറിയില്ലേ? അപ്പം അങ്ങനെ മാറാൻ പാടില്ലല്ലോ. അത് ആ തന്മയത്വം അതിന് അവനവനിൽ ഉണ്ടാവണം. ഇപ്പം നമ്മൾ അതാണെന്ന് പറഞ്ഞാൽ കണ്ണാടി നോക്കിയാൽ ഉണ്ടാകുന്ന അനുഭവം എന്താണെന്നോ അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ. ഇപ്പം നമ്മൾ കണ്ണാടി നോക്കിയാൽ നമ്മൾ മുത്തപ്പനാണ്. ആ മുത്തപ്പനായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് പിറ്റേന്ന് പോയിട്ട് ബാലി കഴിക്കേണ്ടി വരും. അവിടെ എന്താ പറയുക, അരുണശ്രീ തമ്പരവീമയുടെയും ദേവേന്ദ്ര രാജാവ് മാറി. ആ അരുണശ്രീ തമ്പരവീമയുടെയും ദേവേന്ദ്ര രാജാവ് തമ്മപ്പൻ്റെ ആത്മമുണ്ടായിട്ടെന്ന് പറയും. നേരെ മറിച്ച് കതിനൂർ വീരം കിട്ടുക എന്ന് പറയാ, എൻ്റെ തമ്പുരാട്ട് ജോലി ബഹുതമ്മുടെ എതിരുള്ളമുണ്ടായിട്ട് എന്ന് പറയും. അതങ്ങ് മാറി, രണ്ട് ശൈലി മാറി. അപ്പോൾ മുച്ചിലോട്ട് ബോധിയാകുമ്പം എൻ്റെ നായനായ ധൈരമംഗലത്തെ ഭഗവതിയുടെ അത് മാറിയില്ലേ? അപ്പോൾ ഓരോന്നിനും പ്രത്യേകമായിരിക്കുന്ന ആ സംഭാഷണങ്ങളും ശൈലികളും ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം ഞാൻ അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യം വരണം. അതായത് ഞാനൊരു കുട്ടീനെ പഠിപ്പിച്ചിട്ട് ഇറക്കണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കെട്ടി കാണിച്ചു തന്നാൽ മാത്രമേ ഞാൻ സമ്മതിക്കൂ. അങ്ങനെ ഒരു ഉറപ്പ് വരുത്തിയിട്ടേ പക്ഷേ ഈ പുതിയ തലമുറയിലുള്ള യുവാക്കളൊക്കെ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണോ? അത് ഇപ്പം നിനക്ക് അങ്ങനെ പബ്ലിക്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണെന്ന് പറയുക, നമ്മൾ പറഞ്ഞ പോലെ ആയിരിക്കില്ല അവർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവരവർ കുറ്റപ്പെടുത്താനും പറ്റില്ല. അവരവർ പുതിയ ജനറേഷനാണ്, അവർ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം നമ്മൾ ഗുരുനാഥൻ്റെ ഇത് കണ്ട് പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവരത് അതല്ല, ഇത് കേട്ട് പഠിച്ചിട്ടും പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കാണാൻ പോയിട്ട് ആടുന്ന് കണ്ടിട്ടും അങ്ങനെയല്ലേ പഠിക്കുന്നത്. നമ്മൾ ശിക്ഷണത്തിൽ ഗുരുനാഥൻ്റെ അടുത്ത് പോയി അവരെ കാല് തൊട്ട് വന്നിച്ച് ദീർഘകാലം അത് കണ്ട് പഠിച്ചിട്ട് തന്നെ നമ്മളെല്ലാം അച്ഛൻ്റെ ഒരുപാട് കാലം മുമ്പേ അച്ഛനെല്ലാം ചെയ്ത കർമ്മങ്ങളും അതിൻ്റെ ആ അനുഷ്ഠാനങ്ങളും കണ്ട് പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ. ഈ തോറ്റം, ചില തോറ്റങ്ങളൊക്കെ ദീർഘസമയം നമ്മൾ ചൊല്ലേണ്ടി വരും, മണിക്കൂറുകളോളം. ഇതൊക്കെ അങ്ങനെ ഹൃദിസ്ഥമാക്കി വെച്ചിട്ട് തന്നെയാണോ? അല്ല ആ സമയത്ത് ഒന്നുമല്ല. അതല്ല, നമ്മൾ ഈ ദൈവം മുഖേന ഉണ്ടാകുന്ന വാചാലുകൾ അത് നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് ആ സമയത്ത് സന്ദർഭോചിതമായിട്ടുണ്ടാകുന്ന തോറ്റം പാട്ടുകൾ അതല്ല. തോറ്റം പാട്ടുകൾ നമ്മൾ അതിനെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം ചെല്ലുന്നതല്ലേ. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട്, നമ്മളും കാണാറുണ്ട്, ചില കാവുകളിൽ അവിടുത്തെ ഒരു സന്ദർഭത്തിനനുസരിച്ച് തോറ്റം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്ന അതിൻ്റെ ഒരു ദൈർഘ്യം അതൊരു സ്വകാര്യമാണ്, കുറച്ച് പറയാവുന്നതാണ്. വലിയ സംഭവമാണ്. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നാടകം തുടങ്ങാനായി പിന്നെ തോറ്റം വേഗം ആക്കണം. പക്ഷെ നമുക്കത് എന്തായാലും അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ നിന്ന് ചിട്ടവട്ടങ്ങളോടുകൂടി ചെയ്യണം എന്നാണ് മനസ്സ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ അത് പഠിക്കാത്തതും ഇതിൻ്റെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്ക് ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആടെ അത്രയും വേണ്ടു, അത്രയും ചെല്ലണ്ടു. അപ്പോൾ അത് പിന്നെ പഠിക്കണമെന്നുള്ള കാര്യമില്ല, അതുകൊണ്ട് പഠിക്കുന്നില്ല. അപ്പോൾ നേരെ മറിച്ചെന്ന് വെച്ചാൽ നമുക്കല്ല അത് പഠിക്കാണ്ട് പറ്റൂല. നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണ്ടേ, എന്നെങ്കിൽ മാത്രമേ പറഞ്ഞു. ഇപ്പം മാക്കത്തിൻ്റെ തോറ്റല്ലേ 8 മണിക്കൂർ 9 മണിക്കൂർ ചെല്ലേണ്ട തോറ്റല്ലേ, അത് കൃത്യമായിട്ട് ചൊല്ലിക്കൊടുക്കണ്ടേ. അതിൽ നിന്ന് ഇപ്പം മാക്കത്തിൻ്റെ തോറ്റം, ഇപ്പോൾ കതിനൂർ വീടിൻ്റെ തോറ്റം, ഇപ്പോൾ സമയത്തിൽ ചെറിയൊരു പാകപ്പിഴ വരുത്തുന്നല്ലാണ്ട് മാക്കത്തിന് പിന്നെ ആടെ വേറെ തെയ്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് കതിനൂർ വീടിലെടുക്കാം. ഇപ്പം പിന്നെ അവിടെ ഇപ്പം ഗുരുക്കൾ തെയ്യമുണ്ട്, അതുപോലെ പിന്നെ ഗുളികൻ ഉണ്ടാവും, അങ്ങനെ പിന്നെ ശാസ്തപ്പൻ, ഇങ്ങനെ ചില തെയ്യങ്ങളൊക്കെ ഇല്ലെടുത്ത് സമയം ക്രമീകരിക്കും. പക്ഷേ കുറച്ച് സ്പീഡാണ്, കുറച്ച് അതിൻ്റെ വഴിക്ക് എല്ലാം ഉണ്ടാവും. കണ്ടിയും താവളം എന്ന് പറയുന്നത് നമ്മളെ കണ്ടിയും താവളങ്ങൾ കൃത്യമായിട്ട് ചെല്ലും. പിന്നെ അതിന് ഇതെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ ഈ ചെല്ലുന്നത് വഴിക്ക് വഴിയായിട്ട് എത്തണമെങ്കിൽ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ. ഇന്നത് കഴിഞ്ഞാൽ ഇന്നത്, ഇപ്പം മാങ്ങാട്ട് നിളിയാൽ എവിടെയൊക്കെയാണ് ഇതിൻ്റെ വഴികൾ, അത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ആർത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അറിയില്ല. പിന്നെ ഇവിടുന്ന് കഴിഞ്ഞാൽ ഇത് 2-3 കഴിഞ്ഞിട്ട് അപ്പുറം എത്തുക. അപ്പോൾ അത് നമ്മളിപ്പം പിന്നെ ABCDEFGH എന്ന് പറയുന്നില്ലേ, അപ്പോൾ ക്രമത്തിൽ തന്നെ പോകണം. അതിൽ നിന്ന് ഇടക്കിടക്ക് നിർത്തിയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്കാർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ തോറ്റത്തിൻ്റെ അകത്ത് വെച്ചാൽ നമ്മൾ അതിൻ്റെ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത്, കണ്ടിന്ന് അവളത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് എടുത്തിട്ട് നമുക്കത് അവിടെ എത്തിക്കാൻ പറ്റും. അത് നമ്മുടെ തോറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് മുഖത്തെഴുത്തിലേക്ക് വരാം. പെരുവണ്ണാൻ അതിലുള്ള കൈവഴക്കും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മുഖത്തെഴുത്ത് തെയ്യത്തിലെന്ന് പറയുമ്പോൾ വളരെ പ്രധാനമാണ്. അതിൽ ചിത്രകലയുണ്ട്, അതുപോലെ ഓരോ തെയ്യക്കോലത്തിൻ്റെയും സ്വഭാവ സവിശേഷതകൾ അതിസൂക്ഷ്മമായിട്ട് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ എങ്ങനെയാണ് പെരുവണ്ണാൻ അതിനെ അത് ഓരോ തെയ്യത്തിനും ആ മുഖമെഴുത്തിലൂടെ അതിന് നമുക്ക് ഇന്ന് തെയ്യാന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. രൗദ്ര സ്വഭാവമുള്ളത്, സൗമ്യ സ്വഭാവമുള്ളത്,
അതിൽ നമ്മൾ ആ എഴുത്തിൽ തന്നെ ആ ഒരു മുഖത്തിന് ഇപ്പം നമ്മളിപ്പം പിന്നെ ഒരു കതുവന്നൂർ വീരൻ, അപ്പോൾ അതിൻ്റെ മുഖമെഴുത്തിൽ അതിൻ്റെ താടി മീശ ഇതൊക്കെ കണ്ടാൽ ഈ തോറ്റത്തിൽ തന്നെ പറയുന്നുണ്ട്, പിന്നെ ശില്പമത്താടിയും മീശയും ഭംഗിയും കണ്ടാൽ കതുവന്നൂർ വീരനല്ലോ ദൈവം. ആ രൂപം കാണുമ്പോൾ തന്നെ കതുവന്നൂർ വീരനാണ് നമുക്ക് തോന്നണം. അത് ആ മുഖമെഴുത്തിലൂടെയും അതിന് കിട്ടുന്ന ആഭരണത്തിലൂടെയും മാത്രമേ അതിനെ നമുക്ക് ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പം ഭഗവതി കോലങ്ങൾക്ക് പലതരത്തിലുള്ള എഴുത്തുകളുണ്ട്. ഇപ്പം പ്രാക്കഴുത്ത്, പിന്നെ കുറ്റിശങ്ക്, പിന്നെ അതിന് ശംഖുംപാല്, എന്നിട്ട് അങ്ങനെ ഒരുപാട് എഴുത്തുകളുണ്ട്. അപ്പോൾ ഓരോ തെയ്യത്തിനും അതിൻ്റെ അയക്കുന്ന സൗമ്യ സ്വരൂപത്തിന് സൗമ്യമായിട്ടുണ്ടാവും. ഇപ്പം നരമ്പിൽ ഭഗവതി അതിന് രൗദ്രമായിട്ടുള്ള ചില ചുരുളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ പിന്നെ ഇത് മുള്ളൊക്കെ ഇട്ടിട്ടില്ലേ അത്, അപ്പോൾ നോക്കുമ്പോൾ കണ്ടാൽ തന്നെ ഒരു രൗദ്ര സ്വഭാവം വരും. അപ്പോൾ ആ ഓരോ തെയ്യത്തിനും അതിൻ്റെ ആ ഒരു സ്വഭാവം വരുത്താൻ പ്രത്യേകതരം അതിൻ്റെതായിരിക്കുന്ന എഴുത്തുകൾ തന്നെ ഉണ്ട്. അത് നമ്മൾ ആ ഇതിൽ തന്നെ എഴുത്തിൽ തന്നെ അതിനെ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മുമ്പൊക്കെ നമ്മുടെ ചുറ്റും ലഭ്യമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള വസ്തുക്കൾ തന്നെയായിരുന്നു അല്ലേ? പെരുന്നാളിൻ്റെ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഒരു 40-50 വർഷം മുൻപുള്ള കാലയളവിൽ എന്തൊക്കെ വസ്തുക്കളായിരുന്നു ഇതിനു വേണ്ടി ഉപയോഗിച്ചത്? എങ്ങനെയാണ് അത് ശേഖരിക്കുന്ന രീതിയൊക്കെ? ഇത് പണ്ട് കാലത്ത് ഈ നാഗമഞ്ജണ എടുക്കുന്നൊരു ഇതെന്ന് പറഞ്ഞു കേട്ടതാണ്. മുമ്പ് കാലത്ത് ആദ്യം നാഗമഞ്ജണ ഈ പാമ്പിൻ്റെ പടം കൊത്തിയെടുത്തിട്ട് അതിൽ നിന്നൊരു മഞ്ജണി എടുത്തിട്ട് ഉണ്ടാക്കലുണ്ട് പോലും. നാഗമഞ്ജണ എന്നതിന് പറയും. പറഞ്ഞു കേട്ടതാണ്. അത് നമ്മളെ അനുഭവത്തിലൊന്നുമില്ല. നമ്മളുടെ വരുമ്പോൾ എല്ലാത്തിനും മാറി വേറെ രൂപത്തിലേക്ക് വന്നിന്. പിന്നെ ഈ നമ്മൾ പിന്നെ പൊടികൾ, മണയല, ചായില്യം, പിന്നെ കല്ലുമണയല. പണ്ട് കാലത്ത് ഈ നമ്മൾ പച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, നമ്മളെ കട്ടനീലം എന്ന് പറയുന്നത്. അതും മഞ്ഞ ഒരു മണയലാണ്. മഞ്ഞൾ നമ്മൾ വെള്ള മണയലെന്ന് പറയും അതിന്, പക്ഷെ അതൊരു മഞ്ഞ കളർ ഉണ്ടാവും. അതും കൂടെ മിക്സാക്കിയിട്ടാണ് പച്ച ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏട്ടക്കരുമകനൊക്കെ പച്ച ആണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് നമ്മളിപ്പം പിന്നെ എല്ലാം വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് എല്ലാ കളറും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. മണയല, ചായലെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചിട്ടാണ് ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഇതിന്. എന്നാലും പണ്ട് കാലത്ത് അരിച്ചാന്ത്, മണയല, അതുപോലെ കണ്ണിന് മഷി നമ്മൾ പിന്നെ മഷി ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറയാം. മഷി ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ ഈ പിന്നെ എള്ളെണ്ണയാണ് മഷിയായിട്ട് ഉപയോഗിക്കാൻ എടുക്കുക. അത് തിരിയിൽ മുക്കിയിട്ട് ആ എള്ളെണ്ണയെ തന്നെ കത്തിച്ചിട്ട് ചില നമ്മൾ പഴയ പൊളിഞ്ഞ പിന്നെ ചട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കമിച്ച് വെച്ചിട്ട് അതിനുള്ളിൽ ഈ തിരി കത്തിച്ച് വെച്ചിട്ടാണ് മഷി ഉണ്ടാക്കിയെടുക്കുന്നത്. കൺമഷി പോലെ ഉപയോഗിക്കുന്നുണ്ട് ചില. അപ്പോൾ ആ എള്ളെണ്ണയിലാണ് എടുക്കുക. അതായത് ഈ വെളിച്ചെണ്ണ ആകുമ്പം ഇത് കുറച്ച് ഇത് കഴിയുമ്പോൾ ഇതിനൊരു കാറിൽ വരും. അത് കണ്ണിലിട്ടാൽ അന്നേരം പുകച്ചിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എള്ളെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. എള്ളെണ്ണേൻ്റെ തിരി കത്തിച്ചിട്ട് ശുദ്ധമായ എള്ളെണ്ണ ഉപയോഗിക്കുക. ശുദ്ധമായ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് അത് മഷിയെടുത്ത് നമ്മളൊരു ഡബ്ബിയിലാക്കി വെക്കും. അതെല്ലായിടത്തും കൊണ്ടുപോകുമ്പോൾ അതെടുക്കും. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ ആ തെയ്യൂലെടുത്ത് പോയിട്ടാകുമ്പോൾ അവിടുന്ന് പിന്നെ ഈ വെളിച്ചെണ്ണ ഇത് തൽക്കാലത്തെ ആവശ്യത്തിന് അവിടുത്തെ കളിയാട്ടത്തിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ട് എടുക്കും. സ്ഥിരമായിട്ട് ഇപ്പം മുത്തപ്പൻ്റെ ആവശ്യത്തിന് പോകുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഈ അണിയെല്ലാം വെക്കുന്ന ഇതിൻ്റെ അകത്ത് പ്രത്യേകം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അത് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എള്ളെണ്ണയിൽ ആക്കിയിട്ട് നേരിട്ടെടുത്ത് വെക്കുന്നതാണ്. തെയ്യൂലെടുത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് തൽക്കാലം ഉണ്ടാക്കുന്നതാണ്. കൈവിളക്കിൻ്റെ അകത്ത് തിരി കത്തിച്ച് വെച്ചിട്ട് ഈ ഓടയിന് കമിച്ചിട്ട് നമ്മൾ അതിൽ നിർത്തിയിട്ടാണ് അവിടെ നിന്നൊക്കെ ഉപയോഗിക്കുക. അത് അന്നൊന്നും ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഈ മുഖത്തെഴുത്ത് അതിസങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. കാരണം നേരെ നമ്മൾ തിരിച്ച് കിടന്നിട്ടാണ് എഴുതുന്നത്. എല്ലാവരും നേരെ ആർട്ടിസ്റ്റ് ചെയ്യുന്നതിന് നേരെ വിരുദ്ധമായിട്ടാണ്. അതുപോലെ ബ്രഷായിട്ട് ഉപയോഗിക്കുന്നത് ദീർഘിലാണ്. ദീർഘിൻ്റെ പല വകഭേദങ്ങൾ ഭംഗിയായിട്ട് വളരെ ഒരു സൂക്ഷ്മതയുണ്ട്. പക്ഷേ പണ്ട് കാലത്തിലും ഞങ്ങൾ കൈവിളക്കിൻ്റെ വെളിച്ചത്തിലാണ് എഴുതിനി. അന്നേരം എൻ്റെ എല്ലാം ഓർമ്മയിൽ വെച്ചാൽ പെട്രോമാക്സും കൈവിളക്കും വന്നുണ്ടാവുക. വയൽത്തിറക്കെല്ലാം പോയി കഴിഞ്ഞാലും പെട്രോമാക്സും കൈവിളക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കൈവിളക്കിൻ്റെ എഴുതി. പക്ഷേ ഇന്ന് എല്ലാ സംവിധാനങ്ങളും ആ ഭംഗി ഇന്ന് കിട്ടുന്നില്ല. ഈ എഴുതുന്ന രീതി ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ എവിടുന്ന് തുടങ്ങും, എവിടെ അവസാനിക്കുന്നു? കണ്ണിനാണ് ആദ്യം. അതിൻ്റെ എന്തുകൊണ്ടാണ് കണ്ണ് വെച്ച് തുടങ്ങുന്നത്? കണ്ണും ഈ വായിയാണ് ആദ്യത്തെ. നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ അത് ശരിയാക്കുക. കണ്ണിട്ട് കഴിഞ്ഞാൽ കണ്ണിട്ടാൽ പിന്നെ അവൻ്റെ മുഖം നമ്മൾ മനസ്സിൽ വന്നത് അത് ഒരു ഭാഗത്ത് എഴുതിയാൽ നേരെ അതേ തിരിച്ചിപ്പുറം എഴുതണമല്ലോ. ഇല്ലെങ്കിൽ രണ്ട് വ്യത്യാസം വരുമല്ലോ, അത് വരാൻ പാടില്ല. അപ്പോൾ അതിനാണ് ആദ്യം കണ്ണ് വരച്ചിട്ട് അതിനെ റെഡിയാക്കി വെക്കും. എന്നിട്ട് വായി വരക്കും. എന്നതിന് ശേഷം മറ്റുള്ള രണ്ട് ഭാഗത്തുള്ള ഇത് വരക്കും. ലാസ്റ്റിൽ ഏത് ഭാഗമാണ്? എങ്ങനെയാണ്
ലാസ്റ്റ് കണ്ണ് ഒപ്പിച്ചതിന് ശേഷം അവൻ നേത്രമാണ് പിന്നെ ആക്കുക. ലാസ്റ്റ് ആക്കുന്നത് കണ്ണിന്ന് തുടങ്ങി കണ്ണിൽ തന്നെ കണ്ണിൽ തന്നെ ഇവിടെ നേത്രത്തിൻ്റെ അടുത്തേക്ക് വന്ന് അവിടെയാണ് സമർപ്പിക്കുക. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച വാചാലിലേക്ക് വരാം. ഈ തെയ്യത്തിൻ്റെ വാചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റൈലൈസ്ഡ് എന്നൊക്കെ നമ്മൾ നാടക ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഏറെ സവിശേഷതകളുള്ള വർത്തമാന രീതിയാണ്. അത് ഭക്തജനങ്ങളുമായിട്ട്, കാവുകാരുമായിട്ട്, അതിലെ മറ്റ് കാർമ്മികരായിട്ട് ഓരോ ആളുകളെ വിളിക്കുന്ന, ഓരോ വിഭാഗത്തിനെ വിളിക്കുന്നത് തന്നെ വേറെ വേറെ പേരുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിച്ചുകൂടെ? അത് ഇപ്പം തെയ്യം പിന്നെ നമ്മളെ മുൻപ് സ്ഥാനം പറയാം. എന്നുവെച്ചാൽ പിന്നെ തെയ്യത്തിൻ്റെ കലാശങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ചില തെയ്യങ്ങൾ ഇരുന്നിട്ട് പറയും, ചില തെയ്യങ്ങൾ നിന്നിട്ട് പറയും. അപ്പോൾ അവരെ പിന്നെ ആദ്യം വിളിക്കുന്നത് അവിടുത്തെ ഒന്നിക്കൽ പിന്നെ ഈ പൂജ ചെയ്യുന്ന ആളുണ്ടാവും, എംബ്രോനോ അല്ലെങ്കിൽ തന്ത്രീനെ വിളിക്കും. തന്ത്രി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കോമരത്തിനെ വിളിക്കും, വെളിച്ചപ്പാട്, തിരുവായുധക്കാര, തന്ത്രി, തൃക്കൈക്കുടക്കാര, കാരണസ്ഥാന്. അതായത് കാരണസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥാനികന്മാർ അവരെല്ലാം വിളിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ വിളിക്കുള്ളൂ. ഇപ്പം പിന്നെ നമ്മൾ ജാതി പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഒരു നമ്പ്യാർ വന്നാൽ അതിനെ അകമ്പടി എന്ന് വിളിക്കും, മേലായി എന്ന് വിളിക്കും. മേലായി സ്ഥാനം ഉണ്ടാവും, അവർ മേലായി എന്ന് വിളിക്കും, അകമ്പടി എന്ന് വിളിക്കും. പിന്നെ എട്ടില്ലത്തിൽ പിന്നെ തീയ സമുദായത്തിൽപ്പെട്ട ആളെ അതിന് പലതരത്തിൽ അവർക്ക് 2-3 തരം പേരുണ്ട്. ഓരോ തെയ്യത്തിന് പ്രത്യേകതരം പേര് വിളിക്കുന്നവരാണ്. ഇപ്പം മുത്തപ്പൻ വെള്ളാട്ടം കഴിഞ്ഞാൽ ആൾമടയാന്ന് വിളിക്കും, അല്ലെങ്കിൽ കഴകക്കാരാന്ന് വിളിക്കും, പിന്നെ കരുമനയെന്ന് വിളിക്കും. അപ്പോൾ ഓരോ തെയ്യത്തിനും വ്യത്യസ്തമായിരിക്കുന്ന പേരുകളാണ് അവരെ വിളിക്കുക. ഇപ്പോൾ കതുവനൂർ പേരിന് എൻ്റെ എട്ടില്ലം കരുമനമാർ, അല്ലേ പിന്നെ എട്ടില്ലം കഴകക്കാരന്മാർ, അല്ലെങ്കിൽ പിന്നെ നമ്മളെ തണ്ടയാന്മാർ, 4 പേർ തണ്ടയാന്മാരാണ്. അപ്പോൾ ആ 4 പേർ തണ്ടയാന്മാരുടെ കൂട്ടത്തിൽ അതുപോലെ ആ പേരുകൾ വിളിക്കും. അകമ്പടീനെ വിളിക്കും. പിന്നെ ആറുകിരിയം, മണിയാണിമാരെ വിളിക്കുന്ന ആറുകിരിയം 4 സമ്പ്രദായം എന്നാണ്. ഓരോ ജാതിക്ക് പ്രത്യേക പേരുണ്ട്. അത് അവർ ഈ വടക്കോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക സ്ഥാനത്തെ അവർ നിൽക്കും, അതാ സ്ഥാനത്ത് നിൽക്കും. പരിസരത്ത് അവരുടെ ഇത് തെയ്യം എന്ത് തന്നെ പറഞ്ഞാലും ജാതിയായിട്ട് അവിവേദ്യ ബന്ധമുള്ള ഒരു പ്രക്രിയയാണല്ലോ. അവരവരെ പ്രത്യേകിച്ച് വിളിക്കണം. അപ്പോൾ അതിൻ്റെ വഴിക്കുവഴിയായിട്ട് വിളിക്കുകയും വേണം. അത് അധികം മാറിപ്പോലും വേണം. അതായത് പ്രത്യേകിച്ച് ചില അകമ്പടിമാരെ പ്രത്യേകിച്ച് വിളിക്കണം, പിന്നെ തീയ സമുദായക്കാരെ വേറെ വിളിക്കണം, അതല്ലെങ്കിൽ ക്ഷേത്രേശന്മാരെ വേറെ പ്രത്യേകിച്ച് വിളിക്കണം. പിന്നെ തന്ത്രി വരുന്ന സ്ഥലമാണെങ്കിൽ ഇപ്പം പിന്നെ തമ്പുരാനിലും പിന്നെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ മേലായിപ്പടി ഉണ്ടാവും, അവിടെ പോയിട്ട് ഇല്ലെങ്കിൽ പള്ളിമാടത്തിൽ പോകണം. ചില സ്ഥലങ്ങളിൽ ചിറക്കൽ പോലെ തമ്പുരാൻ അതെ അതിൽ പള്ളിമാടമുണ്ട്. അപ്പോൾ തമ്പുരാട്ടിയാണെങ്കിൽ ഇപ്പം വളവട്ടണം കാവിലൊക്കെ തമ്പുരാട്ടി വന്നു കഴിഞ്ഞാൽ നേരെ തമ്പുരാൻ വന്നാൽ അവിടത്തേക്ക് പോകണം. അവിടെ പോയിട്ട് തമ്പുരാട്ടി ഭഗവതി അവിടെ പറഞ്ഞ് പീഠം വഴക്കം വാങ്ങി അവിടെ ഇരുന്ന് സമ്മതം ചോദിച്ചാൽ ഇരുന്നോളും. ഇരുന്നിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓരോ ആൾക്കാരും പ്രത്യേകം വിളിക്കുന്ന. ഇത് പറയുമ്പോൾ നമ്മൾ ജാതിയൊക്കെ ഇതിലുണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ പറയാറുണ്ടല്ലോ, താഴ്ന്ന ജാതിക്കാരാണ് തെയ്യം കെട്ടുന്നത്, അവരുടെ ദേവതയാണ് തെയ്യങ്ങൾ എന്നൊക്കെ. പക്ഷെ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ ജാതി മത വിഭാഗങ്ങളും തൊഴുകൈയോടെ വന്ന് നിന്ന് കുറി വാങ്ങുക, ദക്ഷിണ കൊടുക്കുക, ഇതൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ എങ്ങനെയാണ് ഈ ജാതിയുടെ ഒരു ജാതി സംബന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് തെയ്യം ആയിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്ഥാനികന്മാരെ വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും നമ്മളെ പിന്നെ ഒരേ ഇതിലല്ലേ ദൈവത്തിന് കാണാൻ കഴിയും. അവിടെ ദൈവമാണ് കെട്ടിയിട്ടുള്ള നാരായണ പെരുന്നാനല്ല. അത് നമുക്ക് ദൈവമായിട്ടേ കാണാൻ പറ്റും. അത് നമ്മൾ ഇപ്പം തെയ്യം കെട്ടിയിട്ട് പറയുന്നത് എന്താണ്, സൂര്യചന്ദ്രന്മാർ ധരണിയെങ്കിൽ പ്രകാശിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ. അവിടെ പണ്ഡിതനോ പാമരനോ ധനവാനോ ദരിദ്രനോ വലിയവനോ ചെറിയവനോ ഒന്നുമില്ല. സൂര്യൻ്റെ പ്രകാശം എങ്ങനെയാണോ ഭൂമിയിലേക്ക് പതിക്കുന്നത്, അതുപോലെയാണ് ഈശ്വര ചൈതന്യങ്ങളും എല്ലാവരിലും ഒരുപോലെയാണ്. അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്. അല്ല, അങ്ങനെ കാണാൻ പറ്റൂലോ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരാൾ അയാളോട് പിന്നെ പ്രത്യേകതരം കാഴ്ചപ്പാട്, നമ്മളോട് പ്രത്യേക കാഴ്ചപ്പാട്, അങ്ങനെ പറ്റുമല്ലോ. നമുക്ക് എല്ലാവരും അതായിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുമല്ലോ. പിന്നെ സ്ഥാനികന്മാരെ വിളിക്കുന്നതും തന്ത്രീനെ വിളിക്കുന്നതും അപ്പോൾ അതിൻ്റെ ആ സ്ഥാനവലിപ്പത്തിനുള്ള ഒരു മഹത്വം അവർക്ക് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടല്ലേ. ഈ മറ്റൊരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം ഭക്തജനങ്ങളുമായിട്ടുള്ള തെയ്യത്തിൻ്റെ വർത്തമാനം വാചാല്. ഈ തെയ്യക്കാവുകൾ എന്ന് പറയുമ്പോൾ എല്ലാ ജാതിക്കാരും ഉണ്ടാവും, എല്ലാ മതക്കാരും ഉണ്ടാവും, വിശ്വാസികളുണ്ടാവും, അവിശ്വാസികളുണ്ടാവും, എല്ലാവരും ഇവിടെ. അപ്പോൾ അവരോട് ഇടപഴകുക എന്നുള്ളത് സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ചില കോലക്കാർ അത്തരം സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണാറ്. തങ്ങളുടെ തെയ്യത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു
ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആൾ അവരുടെ സകല ദുഃഖങ്ങളും ഒക്കെ മനസ്സിലാക്കി അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ. അപ്പോൾ ഒരു വളരെ ദീർഘകാലം തെയ്യക്കാരനായിട്ടുള്ള താങ്കളുടെ എങ്ങനെയാണ് പെരുന്നാൻ ഈ ഒരു പ്രക്രിയ കൈകാര്യം ചെയ്യാൻ? അത് നമ്മളിത് അതാ പറഞ്ഞത്, നമുക്ക് ദൈവികമായിരിക്കുന്ന ഒരു ചൈതന്യം നമ്മളിലേക്ക് വരുന്നത് അത് അവർ വരുന്ന അവരുടെ ആ ഇത് കാണുമ്പോൾ തന്നെ നമുക്കതിന് മനസ്സിലാവും. നമ്മുടെ മുഖത്ത് നമ്മൾ എല്ലാ ലക്ഷണങ്ങളും മുഖത്താണല്ലോ. അപ്പോൾ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കും, അവരിങ്ങോട്ട് ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. പിന്നെ അല്ലെങ്കിൽ ആ സൂചനകൾ വെച്ചുകൊണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കൊരു ആശ്വാസം കൊടുക്കുക. അതായത് നമ്മളെ വിഷമങ്ങൾ വരുമ്പം ദൈവത്തിനെ വിളിക്കുക. ദൈവത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അത് നമ്മൾ പിന്നെ ഇപ്പം ഉപദേവന്മാരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ അവിടെ സമർപ്പിച്ചിട്ട് നിങ്ങൾക്കതിൻ്റെ ഇതിൻ്റെ അനുഭവം ഉണ്ടാക്കി തരാം. അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നാരായണന് അങ്ങനെയുള്ള അനുഭവങ്ങൾ തെയ്യം കെട്ടി അവർക്ക് ഈ ഭക്തരോട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട അനുഭവങ്ങൾ കുട്ടികളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം പിന്നെ ഭഗവതിയുടെ അടുത്ത് വന്നിട്ട് പിന്നെ സന്താന ഭാഗ്യം 10-12 വർഷങ്ങളായി കുട്ടികളില്ലാതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പിന്നെ കാര്യങ്ങൾ വന്നു വെച്ചാൽ നമുക്ക് പ്രാർത്ഥിച്ചു. അതെ, ആ ഭഗവതിൻ്റെ എന്തോ അനുഗ്രഹം കൊണ്ട് അടുത്ത വർഷം കുട്ടീനും കൂടി വരും. അതങ്ങനെയാണ് അതിൻ്റെ ഒരുപാട്. നമ്മൾ തെയ്യക്കാവുകളിൽ പോകുമ്പോഴേ ഇതൊരു സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ്. അതിൽ ശാസ്ത്രീയത എന്താണ്, അത് അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ പറയാം, അത് വേറെ കാര്യം. പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് അല്ലേ ഈ പറഞ്ഞത്. അപ്പോൾ സമയപരിമിതി മൂലം ഈ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും, ദൂരദർശൻ്റെ പ്രേക്ഷകർക്കും നമസ്കാരം.